സംഗമം അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഏതാണ്ട് ഉദ്ഘാടന തുടക്കത്തിലേക്ക് ആരംഭിക്കണം. നമുക്കറിയാം, ദേവസ്വം ബോർഡിന്റെ വലിയൊരു പദ്ധതിയാണ് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഭക്തരുടെ കൂടി പങ്കാളിത്തോടുകൂടി പറയുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് രഞ്ജിത്ത്, ഇപ്പോൾ വന്നിരിക്കുന്ന തെലങ്കാനയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും വന്ന അയ്യപ്പന്മാർ അവർ പറയുന്ന കാര്യം, അതിൽ രണ്ടാമത് സംസാരിച്ച അയ്യപ്പൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഈ ക്രൗഡ് മാനേജ്മെന്റ്, അതായത് ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുഭവിക്കുന്നതാണ് ആഗോള രംഗത്ത് ശബരിമല അറിയപ്പെടുത്തുക, രണ്ടാമത് തിരക്ക് നിയന്ത്രിക്കുക, മൂന്ന് ഈ മറ്റ് വികസനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വലിയ ഫൈൻ ഇതിന് ചുമത്തണം. കാരണം ഇത് അനുസരിക്കാത്ത ആളുകൾക്ക്, ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നൊരു സംഭവമുണ്ട്, അത് അനുസരിക്കാത്ത ആളുകൾക്ക് ഫൈൻ ചുമത്തണം എന്നാണ്. ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ക്രൗഡ് മാനേജ്മെന്റ്, അതായത് ഇവിടുത്തെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് പ്രത്യേക സെഷൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ അതിൽ ചർച്ചയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് എന്താണ് ഇന്നത്തെ ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഭക്തർക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. ഇന്നിപ്പോ നമുക്കറിയാം, ഇന്നത്തെ ദിവസം ഭക്തരെ കൂടുതൽ മഴ ചവിട്ടുവാൻ വേണ്ടി വന്നിരിക്കുന്ന അയ്യപ്പന്മാരെ ഇന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. പമ്പയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, മിനിയാന്നൊക്കെ നല്ല തിരക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ പമ്പയിൽ അയ്യപ്പന്മാർ രാവിലെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പന്മാർ തീരെ അന്യസംസ്ഥാനക്കാരായ വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് തൊട്ടടുത്തുള്ള പമ്പയിൽ കുളിക്കുന്നതായി കാണുന്നത്. ഇതിന് അയ്യപ്പ സംഗമം നടക്കുന്നത് കൊണ്ട് വലിയ നിയന്ത്രണം ഉണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ സന്ദർശനം വേണ്ട എന്ന് വെച്ചിരിക്കാനാണ് സാധ്യത. പക്ഷെ നിയന്ത്രണം വെർച്വൽ ക്യൂവിൽ ഉണ്ടായിരുന്നു, അല്ലെ? വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇന്നും നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയല്ല, ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. ദേവസ്വം ബോർഡ് അംഗം അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. ഡാൻ കുര്യൻ അദ്ദേഹവുമായി സംസാരിക്കും വളരെ പെട്ടെന്ന്. അദ്ദേഹത്തിലേക്കൊന്ന് പോവാം. എത്തരത്തിലാണ് അവസാനമായിട്ട് ഒരുക്കങ്ങൾ ഏകദേശം 100% പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ സെൻട്രൽ കിച്ചണിൽ പോയിട്ട് വരികയാണ്. എല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാൻ പഴയടം മോഹൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ എല്ലാ ക്രമീകരണങ്ങളും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4000 പേർക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്, 5000 പേർക്കാണ്. അറ്റ് എ ടൈമിൽ എത്ര പേർക്ക് ഇരിക്കാൻ കഴിയുന്നത്? ഒരു 1500 2000 പേർക്ക് ഇരിക്കണം. ഞങ്ങൾ എപ്പോ പോകണം? എല്ലാവർക്കും എപ്പോ പോയാലും സ്വാഗതം. സ്വാദിഷ്ടമായ പഴയുടെ മോഹൻ നമ്പൂതിരി ടച്ചിലുള്ള ഭക്ഷണം കിട്ടും. ഓക്കെ. മറ്റ് ക്രമീകരണങ്ങൾ എത്ര മണിക്ക് മുഖ്യമന്ത്രി എത്ര മണിക്ക് എത്തും? 9:30 അദ്ദേഹം ഇവിടെ എത്തും. കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ സമ്മേളനം ആരംഭിക്കും. 10 മണിക്ക് ആരംഭിക്കും. മറ്റ് ക്രമീകരണങ്ങളൊക്കെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള പ്രതിനിധികളൊക്കെ അവരെല്ലാം ഓൺ ദ വേ ആണ്. അവരെല്ലാം ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെയാണ് നമ്മൾ ഈ സ്റ്റേ ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മുടെ അടുത്ത് തന്നെയാണോ അതോ? തന്നെ തൊട്ട് 3 സ്റ്റേജായിട്ട് നമ്മൾ സെഷൻ വേണ്ടിയിട്ട് അതല്ല, ഈ വിദേശികളായി എത്തിയിരിക്കുന്നവർക്ക് നമ്മൾ താമസ സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത് പല ഭാഗത്തായിട്ടാണ്. അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എല്ലാം വളരെ കുറ്റമറ്റ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൃത്യം ഒരു 9 മണിക്ക് മുമ്പ് അവരെല്ലാം ഇവിടെ എത്തിച്ചു. ഓക്കെ. തിരക്കിലാണെന്നറിയാം. അത്തരത്തിലാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതിനിധികളടക്കം വ്യക്തമാക്കുന്നത്. ഇതാണ് ഡാൻ കുര്യനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗം ആയി സംസാരിച്ചത്. അത് അദ്ദേഹം പറയുന്നത് കൃത്യം സമയത്ത് തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. 9:30 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി 9 മണിയോടുകൂടി എത്തുമെന്നല്ലേ? മുഖ്യമന്ത്രി വരാൻ താമസമില്ല. കാരണം ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി. തൊട്ടടുത്ത കെട്ടിടത്തിലാണ്, ഇതിനോട് ചേർന്ന് 9 മണിയോടുകൂടി ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കണം. നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മൾ സംസാരിച്ചത് അല്പം മുമ്പ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകണം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള.